ഇത് തക്കുന്റെ ബർത്ത്ഡേയാ? ഹാപ്പി ആണോ? കേക്ക് കട്ട് ചെയ്യാൻ പോവാ? തക്കുന്റെ ബർത്ത്ഡേക്ക് തക്കു എന്താ ചെയ്യാ? എന്ത് കട്ട് ചെയ്യും? എന്നിട്ട് എന്ത് പാട്ടാ പാടുക ബർത്ത്ഡേക്ക്? ഹാപ്പി ബർത്ത്ഡേ പാട്. ഹാപ്പി ബർത്ത്ഡേ വാമിക, ഹാപ്പി പാടുവോ? ഏത് നെയിൽ പോളിഷോ? നമുക്ക് വീട്ടിൽ പോയിട്ട് ഇട്ടാ മതിയോ? വീട്ടിൽ പോയിട്ടാട്ടോ. എന്താണ് ഏട്ടാ മോളുടെ ബർത്ത്ഡേനെ പറ്റി പറയാനുള്ളത്? മോളുടെ ബർത്ത്ഡേനെ പറ്റി പറയാനുള്ളത് ഓരോ വർഷവും പെട്ടെന്ന് കടന്നു പോകുന്നു. അതെ, ഓരോ വർഷം കടന്നു പോകുന്നു. ഇതേപോലെ ഒരുപാട് കാലം ആരോഗ്യത്തോടെ ഇരിക്കട്ടെ അല്ലെ? ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, നല്ല വിദ്യാഭ്യാസം കിട്ടട്ടെ അല്ലെ? ഇതൊക്കെയല്ലേ നമ്മളെ പ്രാർത്ഥന. അത്രേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ബേബി. ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. ഹാപ്പി ബർത്ത്ഡേ. അമ്മോ ജാട, ഒരുങ്ങിയപ്പോ ഭയങ്കര ജാടയാണ് അല്ലേ? അപ്പൊ ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇത്തവണത്തെ വാമിക്കുട്ടിയുടെ ബർത്ത്ഡേ ഞങ്ങൾ ഗുജറാത്തിലാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ഹാളൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അപ്പോൾ ആലോചിച്ച് തന്നെ അറിയാലോ, ഞങ്ങൾ നാട്ടിലല്ലല്ലോ, ഗുജറാത്തിലായതുകൊണ്ട് തന്നെ ഫാമിലി മെമ്പേഴ്സ് ആരും തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ല കേട്ടോ. അതൊരു വല്ലാത്ത മിസ്സിംഗ് ആയിട്ട് തന്നെ തോന്നിയിട്ടോ. പക്ഷെ അവരുടെ എല്ലാവരുടെയും അനുഗ്രഹവും ഗിഫ്റ്റ്സും ഒക്കെ വാമിക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വാമിക്കുട്ടിക്ക് അവരുടെ വക സൈക്കിളും ഡ്രസ്സും ഒക്കെ നാട്ടിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ കൂടെ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഫാമിലി പോലെ തന്നെ നല്ല ഒരു പറ്റം ഫ്രണ്ട്സിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് കേട്ടോ വാമിക്കുട്ടീൻ്റെ ബർത്ത്ഡേ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഗസ്റ്റിനോടൊക്കെ ഒരു 7 മണിയാകുമ്പോഴാണ് കേട്ടോ ഹാളിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും എഡറും മോളും കുറച്ച് നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടോ. ഗസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ അവിടെ എത്തി വാമിക്കുട്ടീനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ വാമിക്കുട്ടീൻ്റെ ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇവിടെ ഗുജറാത്തിൽ തന്നെയുള്ള ട്രെൻഡ്സ് നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മൾ ബർത്ത്ഡേന് തലേ ദിവസം തന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലിപ്സാണ് കേട്ടോ ഇതൊക്കെ. അവൾ കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണേ. ഇവിടെ ഇപ്പോൾ ഗുജറാത്തിൽ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ അധികവും വിൻ്റർ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ തപ്പി പിടിച്ച് കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേന്ന് അവളിങ്ങനെ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബ്രൈറ്റ്നെസ് തോന്നാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനായി. പിന്നെ ഏട്ടനോടും അതേപോലെ ഞങ്ങളെ ഫ്രണ്ട്സും ഫാമിലി ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നേ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരും പറഞ്ഞു എന്തോ ഇത് ഇട്ട് കാണുമ്പോഴുള്ള ഭംഗി അവൾ ഇട്ടിട്ട് തോന്നുന്നില്ല എന്ന് ഫീൽ ചെയ്തു കേട്ടോ എല്ലാവർക്കും. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അവൾ ആ ഒരു ഡ്രസ്സ് അയക്കുന്നുണ്ടായിരുന്നില്ല. ആൾക്കാണെങ്കിൽ ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ അവൾ ചെരുപ്പൊക്കെ തപ്പി നോക്കിയിട്ടുണ്ടായിരുന്നു അവൾക്ക്. ഞങ്ങൾ ചെരുപ്പ് അവൾക്ക് എടുക്കാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ അടുത്ത് പുതിയ ചെരുപ്പ് ഉണ്ടായിരുന്നു. എന്നാലും അവൾ ഓരോ ചെരുപ്പൊക്കെ കാണിച്ചിട്ട് അമ്മ ഇത് വേണം അത് വേണം എന്നൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ലാസ്റ്റ് ഞങ്ങൾ പോവാൻ നേരത്താണ് ഈ ഒരു ഡ്രസ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തത് കേട്ടോ. ഇതെല്ലാവർക്കും അവൾ ഇട്ട പാടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ സൈസിന് ഒത്ത ഡ്രസ്സും അതേപോലെ അവൾക്ക് ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വൈറ്റിൽ നല്ല ഗോൾഡൻ ഡോട്ട്സ് വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അവൾ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ അത് പർച്ചേസ് ചെയ്തു. പിന്നെ എനിക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് കേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിബാറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്കിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടെ ഗുജറാത്തിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. അവിടെ പോയിട്ട് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി നിന്നു. ഞങ്ങൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ആദ്യം ഡ്രസ്സ് എടുത്തിട്ട് കേക്ക് ഓർഡർ ചെയ്യാൻ തന്നെയായിരുന്നു. കാരണം അവളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു കേക്ക് തന്നെ ഓർഡർ ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അങ്ങനെ അവിടെ പോയിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. കാരണം അവളുടെ ഡ്രസ്സിന് മാച്ച് ആവുമല്ലോ. അതായത് വൈറ്റും ഗോൾഡനും കളർ തന്നെയാണല്ലോ ഏകദേശം ബട്ടർ സ്കോച്ചിൻ്റെയും ആ ഒരു കളർ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാം സെറ്റ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് അവൾക്ക് വേണ്ടി സൈക്കിൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വാമിക്കുട്ടീൻ്റെ വല്യച്ഛനും വല്യമ്മയും മേമയും ചെറിയച്ഛനും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് ക്യാഷ് ഇട്ടുതന്നുണ്ടായിരുന്നു വാമിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ അതും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു സൈക്കിൾ തന്നെ ഞങ്ങൾ വാങ്ങിക്കൊടുത്തു കേട്ടോ. ഞങ്ങളുടെ ഗിഫ്റ്റ് അല്ല, പ്രത്യേകം പറയാം, ഇത് എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് അവൾക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അതേപോലെ തന്നെ വാമിക്കുട്ടിൻ്റെ അച്ഛമ്മയും അമ്മമ്മയും അമ്മച്ചനും ഒക്കെ അവൾക്ക് വേണ്ടിയിട്ട് വേറെ ഡ്രസ്സൊക്കെ ആയിട്ട് ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ തലേ ദിവസം ഞങ്ങൾ പിസൊക്കെ കഴിച്ചിട്ട് അടിച്ചു പൊളിച്ചു കേട്ടോ. അവളുടെ ഒരു ബർത്ത്ഡേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, നേരെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ അടുത്ത ദിവസം ബർത്ത്ഡേൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ ഗുജറാത്തിൽ തന്നെ ഒരു അയ്യപ്പൻ്റെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മലയാളീസ് എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ രാവിലെ അവൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ച് തൊഴുത് നല്ല പായസമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പായസമൊക്കെ വാങ്ങി പിന്നെ നേരെ
അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ. നല്ല പട്ടുപാവാടയൊക്കെയാണ് കേട്ടോ അവളെ അന്ന് ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, അവൾക്ക് വലിയ തണുപ്പൊന്നും തോന്നാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ പോയി കേട്ടോ. പിന്നെ അങ്ങനെ ദേ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസമൊക്കെ കഴിക്കുകയാണ് കേട്ടോ വാമിക്കുട്ടി. പിന്നെ ഉച്ചയ്ക്ക് അവൾക്ക് വേണ്ടി മാത്രം ഞാൻ ചെറിയ രീതിയിലൊരു സദ്യ ഉണ്ടാക്കി കേട്ടോ. കുറച്ച് അവിയലും സാമ്പാറും പച്ചടിയും പിന്നെ ഇത്തിരി പായസം കൂടെ ഉണ്ടാക്കി. നമുക്ക് നമ്മുടെ വൈകുന്നേരത്തെ തിരിച്ചു വരാം കേട്ടോ. അവൾക്ക് ഇതേ ഓരോരോ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഓരോരുത്തർ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ അപ്പം തന്നെ പൊട്ടിച്ച് നോക്കണം എന്നൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു വിധത്തിലാണൊന്ന് സമാധാനിപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തിപ്പിച്ചത് കേട്ടോ. ആളെ കുറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ ആള് ഫുള്ള് ഹാപ്പി ആയിരുന്നേ, ഒന്നും പറയാനില്ല. പിന്നെ വാമിക്കുട്ടി കുട്ടിപ്പട്ടാളങ്ങൾ ഇതേ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ വാമിക്കുട്ടി ഫുള്ള് കളിയായിരുന്നു കേട്ടോ ഫ്രണ്ട്സിന്റെ കൂടെ. പിന്നെ കേക്ക് കട്ട് ചെയ്യണം എന്നുള്ള ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ എന്തൊരു ചാടയാ. എന്തോ ഉണ്ടല്ലോ. എന്താ ഇപ്പഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടാ. ഏട്ടൻ എൻ്റെ ഇടയിൽ ചുമ്മാ വാമിക്കുട്ടിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ആള് ഫുള്ള് ഭയങ്കര സാഡായിട്ടോ. എൻ്റെ ബർത്ത്ഡേ ആണ്, പപ്പേൻ്റെ ബർത്ത്ഡേ അല്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ആയിട്ട് അത് ഹൈഫൈ കൊടുക്കാണ്ട് രണ്ടുപേരും കൂടെ. ആ മോളെ ബർത്ത്ഡേ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് വെച്ചാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇലുമിനാട്ടി പാട്ടങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് തുള്ളലായിരുന്നു. എല്ലാവർക്കും കാണാൻ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അവളുടെ ഡാൻസ്. പിന്നെ അതിനുശേഷം അതേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി അമ്മ എന്നും പറഞ്ഞിട്ട് ആ സീറ്റിൽ അങ്ങ് കയറിയിരുന്നു കേട്ടോ. എവിടെ കേക്ക് അമ്മ, കട്ട് ചെയ്യാനായില്ലേ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടെ വരാനുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അതിനുശേഷമാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ദേ എല്ലാവരും വന്നു തുടങ്ങി, ഫ്രണ്ട്സൊക്കെ വന്നു തുടങ്ങി. അവൾക്ക് കുറേ ഗിഫ്റ്റും കിട്ടി തുടങ്ങി കേട്ടോ. ആള് ഫുൾ ഹാപ്പി എന്ന് പറയാലോ. ഗിഫ്റ്റ് കണ്ടപ്പോൾ തന്നെ കണ്ണ് ബൾബ് കത്തിയ പോലെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു മാമിക്കുട്ടി. പിന്നെ മക്കളുടെ കുറേ കളിയൊക്കെ ആയിരുന്നു, ബലൂണ് വെച്ചിട്ട് കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഒരു നിമിഷത്തിൽ ആക്ച്വലി എനിക്ക് മിക്സഡ് ഫീലിങ്സ് ആണ് ഉള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്, അതേപോലെ തന്നെ നമുക്ക് സന്തോഷം കൊണ്ടുണ്ടാവുന്ന ഒരു സങ്കടം ഉണ്ടാവില്ലേ, അതാണ് എനിക്ക് ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്നറിയില്ല, എനിക്ക് ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ ദൈവത്തിനോട്. കാരണം എനിക്ക് ഈ ഒരു കുഞ്ഞു ബാലകയെ തന്നതിന് എത്ര വാക്കുകളിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞാലും അതൊന്നും ഇതാവില്ല എന്ന് എനിക്ക് തോന്നുകയാണ് കേട്ടോ. അതേപോലെ എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിലുടനീളം എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞിട്ടും എൻ്റെ ഫാമിലീൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എൻ്റെ പാരൻസ് ആയാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഹസ്ബൻഡ് ആയാലും എനിക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ വാമിക്കുട്ടീനെ എന്താ പറയുക ഇത്രയും നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നത്. കുറച്ചുകൂടെ വലുതായിട്ട് വാമിക്കുട്ടി ഈ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിലേ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു കാര്യം വാമിക്കുട്ടീനോട് പറയാനുള്ളൂ. പപ്പയും അമ്മയും എന്നും ഒരു അടിപൊളി സപ്പോർട്ടായിട്ട്, ഒരു ബാക്ക് ബോൺ ആയിട്ട് മോളുടെ കൂടെ എന്നും ഉണ്ടാവും. ഗോൺ ഗേൾ, എൻജോയ് യുവർ ലൈഫ്, ലവ് യു ലോട്ട്സ് ഉമ്മ. അങ്ങനെ ദേ വാമിക്കുട്ടി കുറേ നേരമായില്ല കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. ലാസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. നല്ല അടിപൊളി കേക്കായിരുന്നു, ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അപ്പോൾ വാമിക്കുട്ടിക്കാണെങ്കിൽ പൊതുവേ കേക്കിനോടും മധുരം ഉള്ള സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഞാനും അധികം മധുരമൊന്നും കഴിക്കില്ലായിരുന്നു. അപ്പം വാമിക്കുട്ടിക്ക് ആ ഒരു സെയിം തന്നെയാണ്, സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങളോടാണ് ഇഷ്ടം കേട്ടോ. പിന്നെ അതെ ഞങ്ങളൊരു വള അവൾക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വളയൊക്കെ ആയിട്ട് അടിച്ചു കൊടുത്തു, ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് വാമിക്കുട്ടീനെ ഫുൾ ഹാപ്പി ആക്കി കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇതേ ഫുഡിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടേഴ്സായിട്ട് നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ആയിട്ടുള്ളതും പിന്നെ അതേപോലെ നമ്മുടെ ടൊമാറ്റോ സൂപ്പും ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കേക്കും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.
ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളെല്ലാം ഓർഡർ ചെയ്ത് സെറ്റാക്കി വെച്ചുകൊണ്ട് തന്നെ അവരെല്ലാം കൊണ്ടുവന്ന് എല്ലാം സെർവ് ചെയ്ത് എല്ലാത്തിലും ആക്കി വെച്ചുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ബുഫേ പോലെ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാനുള്ള സിസ്റ്റത്തിലായിരുന്നു കേട്ടോ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ആക്ച്വലി ബോത്ത് നോൺ വെജ് ആൻഡ് വെജ് ഐറ്റംസ് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഐറ്റംസും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളെ പനീർ, ദാല്, ചിക്കൻ, പിന്നെ അതേപോലെ നമ്മുടെ ജീര റൈസ്, പിന്നെ റൈത്ത, നാന്, ബട്ടർ നാന്, പിന്നെ റൊട്ടി, എല്ലാ ഐറ്റംസും. പിന്നെ വേറെ എന്തൊക്കെയോ മിക്സ് വെജ്, അങ്ങനെ കുറച്ച് അധികം ഐറ്റംസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. വാമിക്കുട്ടിക്ക് കളിക്കാൻ വേണ്ടി കുറേ കൂട്ടുകാരെ കിട്ടിയോണ്ട് വാമിക്കുട്ടി ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. കേക്ക് കട്ടിങ്ങും കുട്ടികളുടെ കൂടെയുള്ള കളിയും എല്ലാം കൂടെ അടിച്ചു പൊളിച്ചത് അവൾ തന്നെയാണ് കേട്ടോ. അവളിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളും അത്രയും ഒരു സന്തോഷം തോന്നുകയാണ് കേട്ടോ. അവളുടെ ബർത്ത്ഡേ ഇത്രയും കളർഫുൾ ആയല്ലോ. ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ? പിന്നെ ഞങ്ങൾ ഫുഡടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പാട്ട് വെച്ച് ഫുൾ ടൈം ഡാൻസ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയണം. എല്ലാവരും കൂടെ കൂടി ചേർന്ന് തകർത്ത് അടുക്കി. ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് ടു അവർ ഫ്രണ്ട്സ്. ബിക്കോസ് അവരുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ബർത്ത്ഡേ ഇത്രയും അടിപൊളിയാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു. ഏത് കാലത്തായാലും ഞങ്ങൾക്ക് നല്ലൊരു ഓർമ്മയായിട്ട് തന്നെ ഈ ഒരു ബർത്ത്ഡേ എന്തായാലും മനസ്സിനുള്ളിലുണ്ടാവും. അത്രയും അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിട്ടോ. പിന്നെ ഇതേ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാണ് കേട്ടോ നമ്മുടെ വാമിക്കുട്ടി. നോക്കട്ടെ എന്ത് എഴുതിയ നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ നോക്കട്ടെ, നമ്മൾ ഇതിൽ എഴുതിയ നോക്കട്ടെ. വെയിറ്റ്. ഹാപ്പി ബർത്ത്ഡേ തക്കു ബൈ ആരുഷി ആൻഡ് ആദിഷ്. പൊട്ടിച്ചോ പൊട്ടിച്ചോ. കളർ പെൻസില് തക്കുന്. കളർ പെൻസില് ഇത്. വാവ്, ഫുഡ് കൊണ്ടുപോവാൻ തക്കുന്. ഫുഡ് കൊണ്ടുപോവാൻ. ഓപ്പൺ ചെയ്ത് നോക്ക്. ഓപ്പൺ ചെയ്ത് നോക്ക് വാവ. ഓപ്പൺ ചെയ്.
സൂപ്പർ ഉടുപ്പാണല്ലോ വെക്കൂ. അതോ അക്കുന് സ്കൂളിൽ പോവാൻ കളർ പെൻസില് നോക്കട്ടെ ചിരിക്കി. പഠിക്കാൻ ABCD EFG HIJK. ഇത് ബോർഡാ മോളെ, ബോർഡ് ഓപ്പൺ ചെയ്ത് നോക്ക്. അമ്പാമ്പോ പപ്പാ ചക്കുന് ബാഗ്. ഹാപ്പി ചക്കും കൂടെ നോക്ക്. ഹാപ്പി കളർ ബുക്ക്. ഹായ് താങ്ക് യു പറ എല്ലാരോടും. താങ്ക് യു എവ്രി വൺ പറയൂ. ഇവിടെ നോക്കി നീ ഫ്ലൈങ് കിസ് കൊടുക്കും. ഫ്ലൈങ് കിസ്. I love you. Nhà mày tí